നമസ്കാരം ഹരി സാർ. ഈ ഏപ്രിലിൽ 3 തവണയാണ് നമ്മുടെ UPI പ്രശ്നങ്ങൾ നേരിടുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഈ 12-ാം തീയതിയും. ശരിക്കും ഇത് UPIയുടെ പ്രശ്നമാണോ അതോ ഇന്ത്യക്ക് നേരെയുള്ള ഏതെങ്കിലും വിദേശ ശക്തികൾ നടത്തുന്ന ഒരു സൈബർ അറ്റാക്കാണോ? സാറിന് എന്താണ് തോന്നുന്നത്? വളരെ അധികം പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങള് ഈ വിഷയത്തില് വലിയ ഒരു റിപ്പോർട്ടിങ്ങോ ചർച്ചയോ ഒന്നും നടത്തിയതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ചില വിദേശ ബ്ലോഗർമാരും അതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിലൊരു അനാലിസിസ് ഒക്കെ പലരും നടത്തിയിട്ടുണ്ട്. ഈ മേഖലയിലെ അറിയാവുന്ന വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവരെല്ലാം തന്നെ പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിന്റെ, അതായത് ഇതൊരു സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI എന്ന് പറയുന്നത്. അപ്പൊ ഈ UPI സിസ്റ്റം ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഈ ഗൂഗിൾ പേയ്മെന്റോ അല്ലെങ്കിൽ ഫോൺ പേയോ പേപാലോ ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ UPI ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ മേഖലയിലെ വിദഗ്ധരുമായിട്ട് ഞാൻ സംസാരിച്ചതിൽ നിന്ന് അവരെന്നോട് പറയുന്നത് ഇതൊരു സൈബർ അറ്റാക്ക് തന്നെ ആവണം, അതിനാണ് സാധ്യത. കാരണം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കൊലാപ്സ് ചെയ്യത്തില്ല. പക്ഷെ അതേസമയം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഔദ്യോഗിക അഭിപ്രായം ഇതിനകത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ RBI പറയുന്നത് ഈ കഴിഞ്ഞ മാർച്ചിൽ ഇതിന്റെ ഈ UPI ഇന്റർഫേസിന്റെ ഉപയോഗിച്ച് നടത്തിയ പേയ്മെന്റുകളുടെ ഒരു ബാഹുല്യം, അതായത് 18.5 കോടിയിലധികം ട്രാൻസാക്ഷൻസ് ആണ് നടന്നത്. എത്രയോ ലക്ഷം കോടികൾ രൂപയാണ് ഇതുവഴി നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ആൾക്കാർ നടത്തിയത്. അപ്പോൾ ഇത്രയധികം പേയ്മെന്റുകൾ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതെന്നാണ് RBIയുടെ ഒരു വിശദീകരണം. യഥാർത്ഥത്തിൽ പിന്നെ ഞാൻ ഈ മേഖലയിൽ ഒരു വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല, പക്ഷെ ഞാൻ വിദഗ്ധരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് സാധാരണഗതിയിൽ ഈ സിസ്റ്റത്തിന് കുഴപ്പമുണ്ടാകുന്ന 2 ഭാഗത്തു നിന്നാണ്. ഒന്ന് UPIയുടെ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ ആകാം, അതല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ബാങ്കുകളിൽ നിന്നും ഇത്രയധികം നിരവധി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നമാകാം. പക്ഷേ ഇത് രണ്ടാണെങ്കിലും ഇങ്ങനെ നിരന്തരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പോ ഇത് നമ്മൾ കുറച്ചു നാളിന് മുമ്പ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് നേരെ, അവിടുത്തെ സിസ്റ്റങ്ങൾക്ക് നേരെ ഒരു സൈബർ ആക്രമണം നടന്നിരുന്നു. അക്കാര്യത്തിൽ അന്വേഷണം നടത്തിയ ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയത് ചില ചൈനീസ് ഹാക്കർമാർ അല്ലെങ്കിൽ ചൈനീസ് ഔദ്യോഗിക ഏജൻസികൾ തന്നെയാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നതെന്നാണ്. അപ്പോ ആ ഒരു മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വിദേശ ശക്തികളുടെ ഒരു ഇടപെടൽ, നമുക്കിപ്പോൾ ചൈനയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അമേരിക്കയും അത്ര നമ്മളങ്ങ് തള്ളിക്കളയണ്ട. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. കാരണം ഇന്ത്യ ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളുമായിട്ട് ഈ UPI ഇന്റർഫേസ് ഉപയോഗിക്കാനുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് കരാറുകളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ UAE തൊട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് ഈ നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങൾ ശ്രീലങ്കയിലും ഒക്കെ ഇത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഈ വിഷയത്തിൽ ഒരുപാട് രാഷ്ട്രങ്ങളുമായിട്ട് പുതിയ പുതിയ ധാരണകളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലയിടത്തും UPI ഇന്റർഫേസിന്റെ ഉപയോഗം വർദ്ധിച്ചാൽ നമ്മൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഏതാണ്ട് നമ്മുടെ കറൻസി ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള വളരെ വേഗത്തിൽ നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും അത് പല വിദേശ രാജ്യങ്ങൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ സാധാരണ ഫിസിക്കലി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫിസിക്കലി പോകുന്ന ആൾക്കാർ ഡോളർ വാങ്ങിച്ച് കൈവശം വെക്കാറുണ്ട്. അല്ലെങ്കിൽ അവിടെ വിമാനത്താവളങ്ങളിൽ ചെന്ന് ഇറങ്ങുമ്പം ഡോളറോ റിയാലോ, അതല്ലെങ്കിൽ ഇപ്പൊ തായ്ലൻഡിലേക്ക് പോകുന്നവർ ബാട്ട് വാങ്ങിക്കുന്നു, ഗൾഫിലേക്ക് പോകുന്നവർ റിയാലോ പിന്നെ വാങ്ങിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പല രാജ്യങ്ങൾക്കും നമ്മുടെ ഈ പറയുന്ന ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുക, ഇത്ര വ്യാപകമായിട്ട് ഇന്ത്യയുടെ UPI ഉപയോഗിച്ച് തുടങ്ങുന്ന അവർക്ക് ചില ഇഷ്ടക്കേടുകളോ അല്ലെങ്കിൽ ചില അസ്വാരസ്യങ്ങളോ അസൂയയൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇത്തരം ഹാക്കിങ് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പരിണത ഫലമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഒരു വിഷയം. പിന്നെ ഈ രണ്ടാമത് വേറൊരു വിഷയം നമ്മൾ പറഞ്ഞത്,
നമുക്കറിയാം ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഈ ഇലക്ട്രോണിക് പേയ്മെന്റ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. ഇപ്പം നമുക്കിപ്പം വഴിയരികിൽ വിൽക്കുന്ന പച്ചവടക്കാരന്, അതായത് ഉന്തുവണ്ടികൾ പച്ചക്കറി കച്ചവടം നടത്തുന്നവരോ അതല്ലെങ്കിൽ സർബത്ത് വിൽക്കുന്നവരോ അതുപോലുള്ള ചെറിയ ചെറിയ കച്ചവടം, ഇപ്പം മീൻ കച്ചവടം നടത്തുന്ന ആൾക്കാർ ചിലപ്പോൾ അവരുടെ കയ്യിൽ പോലും ഈ UPI ആപ്പുകൾ ഉണ്ടാവും. അത് ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഏതായാലും ഈ ഭിക്ഷക്കാരൊഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പൊ ഇത് സ്വീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിലെ ഇതിന്റെ ഉപയോഗം അത്രയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നവരുടെ നമ്പർ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം വിദേശ രാജ്യങ്ങൾക്ക് ഇപ്പം US-ന്റെ കാര്യം തന്നെ, ഇപ്പൊ US-ൽ ഒരു 30-40 കോടി ജനസംഖ്യ ഉള്ള ഒരു രാജ്യം. ആ രാജ്യത്ത് ഇത് ഒരു 80% ആൾക്കാർ ഉപയോഗിച്ചാലും അത് ഇത്രേ വരുള്ളൂ. പക്ഷെ ഇന്ത്യയെ പോലൊരു രാജ്യത്തില് ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ വർദ്ധിക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഒക്കെ ഹാങ് ആവാനും അതുപോലെ ഇതൊക്കെ തന്നെ പലപ്പോഴും ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഔട്ടേജുകൾ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപക്ഷെ RBI പറയുന്ന ആ ഒരു കാരണം തന്നെ ആകാം അതിൻ്റെ. അപ്പം നമ്മൾ ഇത് സൈബർ അറ്റാക്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇതിന്റെ ഉപയോഗം 10 മടങ്ങല്ല, എനിക്ക് തോന്നുന്നു 1 ലക്ഷമോ 10 ലക്ഷമോ മടങ്ങൊക്കെയാണ് ഒരു 2019 മുമ്പുള്ളതും അതിനുശേഷമുള്ളതുമായ ട്രാൻസാക്ഷനുകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അപാരമായ ഒരു വർധന താങ്ങാനുള്ള ഒരു ശേഷി നമ്മുടെ ഈ പറയുന്ന സിസ്റ്റത്തിന് ഉണ്ടാവണമെന്നില്ല. അത് തീർച്ചയായിട്ടും അതൊരു കാരണമാകും. എന്തായാലും ശരി, ഇത് തൽക്കാലം പലപ്പോഴും ഉപഭോക്താക്കളുടെ ഇടയിൽ വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. കാരണം പലപ്പോഴും ഇപ്പം എൻ്റെ കയ്യിൽ ഫിസിക്കൽ ക്യാഷ് ഇല്ല എന്നിരിക്കട്ടെ, ഞാനൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്നു, ഈ UPI ഇന്റർഫേസ് വർക്ക് ചെയ്യുന്നില്ല, സ്വാഭാവികമായിട്ടും ഞാൻ വലിയ പരിഭ്രാന്തിയിലാവും. പലപ്പോഴും ഞാൻ പരിചയമില്ലാത്ത ഒരു നഗരത്തിലാണ് ഞാനെങ്കിൽ എനിക്കുണ്ടാവാവുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പം ഇപ്പോൾ ഇത് വ്യാപകമായ കാരണം എനിക്കറിയാം പല വ്യക്തികളും അവർ ATM കാർഡോ അല്ലെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റേ ക്രെഡിറ്റ് കാർഡോ ഒന്നും തന്നെ കൈവശം കരുതാത്ത ചിലപ്പോൾ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെല്ലാം തന്നെ ഇത് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇത് UPIയുടെ ഒരു വിശ്വാസ്യതയ്ക്ക് പോറലേൽപ്പിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോറലേൽപ്പിച്ച് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് RBIയും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇതൊരു കുറ്റമറ്റ സംവിധാനം തന്നെ ആക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പം കടുത്ത സർക്കാരിനെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചേക്കാം, അതെന്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. അതൊക്കെ ശരിയാണ്, പക്ഷേ അതൊരു ന്യായീകരണമല്ല ഈ വിഷയത്തിൽ. കാരണം ഇത് പല ആൾക്കാരുടെയും വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. ഇപ്പൊ ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തി മറ്റൊരാൾക്ക് ഈ ട്രാൻസാക്ഷൻ അയാളുടെ അക്കൗണ്ടിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ എൻ്റെ ക്രെഡിബിലിറ്റിയാണ് പോകുന്നത്. ഇത് കാരണം സർക്കാർ വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് തീർത്തും കുറ്റമറ്റ ഒരു സംവിധാനമാക്കി മാറ്റുകയും ചെയ്യണം. എന്തായാലും 1 മാസത്തിൽ 3 തവണ UPIക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഇഫക്റ്റീവായിട്ട് ഇടപെട്ട് എല്ലാ പരാതികൾക്കും പരിഹാരം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.